ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. വെളിപാട് പുസ്തകത്തെ സംബന്ധിച്ച ആലോചനകൾ നമ്മൾ തുടരുകയാണ്. പ്രധാനമായും വെളിപാട് പുസ്തകം പ്രവചനപരമായ ഒരു ദൗത്യം വിശുദ്ധ യോഹന്നാനെ ഏൽപ്പിക്കുന്നതായിട്ടാണ് നാം കാണുക. അപ്രകാരം പ്രവാചക സദൃശ്യമായ ഒരു വെളിപ്പെടുത്തൽ വിശുദ്ധ യോഹന്നാനിലൂടെ ഉണ്ടാകുന്നത് ക്രിസ്തുവിൽ സാധ്യമായ രക്ഷ ലോകം മുഴുവൻ അനുഭവിക്കാൻ, രക്ഷയിലൊരു സഹകാരിത്വമുള്ളവരായിട്ട് നമ്മൾ മാറണം, രക്ഷ അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്രകാരം രക്ഷാനുഭവത്തിന് നമ്മെ ഒരുക്കുക എന്നൊരു ദൗത്യമാണ് ഈ പ്രവചനത്തിന് പിന്നിലുള്ളത്. ഈ വെളിപാട് സ്വീകരിക്കുന്ന നമ്മിൽ ഓരോരുത്തരിലും ഈ ദൗത്യം കയ്യേൽപ്പിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ രക്ഷാകരമായ അനുഭവത്തിലേക്ക് ഉയരാനുള്ള പ്രബോധനവും ഈ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. 7 പ്രാദേശിക സഭകൾക്കുള്ള എഴുത്തുകളായിട്ടാണ് ഇവ രൂപകൽപ്പന ചെയ്യുന്നത്. ആദ്യ ഭാഗം പ്രധാനമായും 7 പ്രാദേശിക സഭകൾക്കുള്ള അറിയിപ്പായിട്ടാണ്. എന്നാൽ അതോടൊപ്പം ആഗോള സഭയ്ക്ക് ഒന്നാകെയും ഈ വെളിപാട് ഒരു സന്ദേശമായിട്ടുണ്ട്. ആ സന്ദേശം ആനുകാലിക ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നു എന്ന രീതിയും നമുക്ക് വെളിപാട് ഗ്രന്ഥത്തിൽ കാണാൻ പറ്റണം. വെളിപാട് ഒരു ദൗത്യം നമ്മെ ഏൽപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ ദൗത്യം നമ്മിലൂടെ തുടരുകയാണ്. അതുകൊണ്ട് വെളിപാടിനെ കുറിച്ച് ബോധ്യമുണ്ടാകണം. വെളിപാട് വിശദീകരിക്കാൻ നമുക്ക് കഴിയുകയും വേണം. നമ്മുടെ ഓരോരുത്തരെയും രക്ഷ അനുഭവമാക്കുന്നതിന് എപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം മാറ്റിത്തീർക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ, ഒപ്പം തന്നെ ലോകത്തിന് മുഴുവൻ ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടും വെളിപാടിനെ നമ്മൾ കാണുന്നു. ഈ ദൗത്യത്തെക്കുറിച്ചുള്ള സൂചന വെളിപാട് പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാം. ഈ ഭാഗം എടുത്താണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. പ്രധാനമായും 9-ാം തിരുവചനം എടുക്കുമ്പോൾ ആ തിരുവചന ഭാഗം നമ്മോട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ശ്രദ്ധ നമുക്കുണ്ടാകണം. പാത്മോസ് ദ്വീപിൽ അടിമയായി ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന യോഹന്നാൻ പ്രാർത്ഥനാവേളയിൽ ദൈവസന്നിധിയിലേക്ക് വരുന്നു. ദൈവം യോഹന്നാനോട് സംസാരിക്കുന്നത് യോഹന്നാനിലൂടെ തന്റെ ദൈവിക വെളിപാട് ലോകത്തിന് നൽകാൻ വേണ്ടിയാണ്. ക്രിസ്തുവിലുള്ള വെളിച്ചത്തെ കൂടുതൽ അനുഭവപ്രദമാകും വിധം തെളിയിക്കാനാണ്. 9-ാം തിരുവചനം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണും: നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്ന യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെയും കുറിച്ച് നൽകിയ സാക്ഷ്യത്തെ പ്രതി പാത്മോസ് ദ്വീപിലായിരുന്നു. വെളിപാട് ഗ്രന്ഥകാരൻ ഒരു പീഡാസഹനാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വെളിപാടുണ്ടാകുന്നത്. റോമാക്കാർ കടുത്ത ശിക്ഷ വിധിച്ചിരുന്ന ആളുകളെ തടവിലാക്കിയിരുന്ന സ്ഥലമാണ് പാത്മോസ് ദ്വീപ്. അവിടെ അടിമകളെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിച്ചിരുന്നു. ഒരു അരക്കച്ച മാത്രം ധരിക്കാൻ കൊടുത്തിരുന്നു. അവർക്ക് അല്പമാത്രമായ ഭക്ഷണം കൊടുത്തിരുന്നു. കഠിന പീഡയുടെ ഒരു സ്ഥലമായിട്ടാണ് പാത്മോസ് ദ്വീപിനെ നമ്മൾ കാണുക. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് യോഹന്നാൻ അവിടെ ആക്കിയിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കുറ്റവാളികളായി ഗണിക്കപ്പെട്ടവരുടെ കൂടെ കഴിയുന്ന യോഹന്നാൻ തന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി അർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തടവിൽ കഴിയുന്നത്. അത്തരത്തിൽ തടവിൽ കഴിയുന്ന യോഹന്നാനോട് ദൈവം പറയുന്ന കാര്യങ്ങളാണ് വെളിപാട് സന്ദേശത്തിലുള്ളത്. അരക്കച്ച മാത്രം ധരിച്ച് കാലിൽ ചങ്ങലകളോടെ പകലന്തിയോളം പണിയെടുത്ത് അല്പമാത്രമായ ഭക്ഷണം കഴിച്ച് പീഡകൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന സമയത്ത് വിശുദ്ധ യോഹന്നാൻ വിശ്വാസത്തെ പ്രതി തന്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ജീവിതത്തോട് ദൈവം എങ്ങനെ ഇടപെടും എന്നൊരു സന്ദേശം കൂടി വെളിപാടിന്റെ നമുക്ക് കാണാം. ദൈവത്തെ പ്രതി സഹനത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇത്തരണത്തെ നമുക്ക് കാണാം. നിങ്ങളുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ അന്നു മുതൽ ഇന്നോളം പീഡകൾ അനുഭവിക്കുന്ന എല്ലാവരോടും കൂടെ സഹനത്തിന്റെ ദാസനായി മാറുന്ന ഒരാളാണ് വിശുദ്ധ യോഹന്നാൻ. പീഡകൾ ഏൽക്കുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സഹനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല, ദൈവാഭിമുഖ്യമുള്ളവരായി ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ കാതോർക്കുന്നവരായി നമ്മൾ മാറണം എന്ന ഓർമ്മപ്പെടുത്തൽ വെളിപാടിന്റെ ഈ സൂചനയിലുണ്ട്. അവിടെ ആദ്യമേ നമ്മൾ കേൾക്കുന്നത് നിങ്ങളുടെ സഹോദരനും. ഈ സാഹോദര്യ ഭാവനയിലേക്ക് എങ്ങനെയാണ് ഉയരാൻ കഴിയുക? ക്രിസ്തുവിൽ എങ്ങനെയാണ് ഒരാൾക്ക് സഹോദരനാകാൻ കഴിയുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് യോഹന്നാന്റെ ജീവിതം. തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാൻ, ക്രിസ്തുവിനെ പ്രതി അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന, പീഡകളിൽ എല്ലാവരോടൊപ്പം പങ്കുചേരുന്ന ഒരാളായിട്ട് യോഹന്നാൻ മാറുന്നു.
ആ പീഡകളിലുള്ള പങ്കുചേരൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് നിങ്ങളുടെ സഹോദരനും. നമ്മൾ ഇന്ന് സാധാരണഗതിയിൽ സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നവരാണ്. സാഹോദര്യം എപ്പോഴും കഷ്ടത അനുഭവിക്കുന്നവരോടുകൂടെ കഷ്ടത അനുഭവിക്കുമ്പോഴാണ്, വേദനിക്കുന്നവരോട് കൂടെ വേദനിക്കുമ്പോഴാണ്, മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. സാഹോദര്യം എന്നത് ക്രിസ്തുവിലുള്ള ഒരു മഹിമയാണ്, ക്രിസ്തുവിൽ നാം സ്വീകരിക്കുന്ന പദവിയാണ്. അപ്രകാരം സാഹോദര്യം എന്നത് അർത്ഥവത്താകണമെങ്കിൽ നമ്മുടെ ജീവിതം അവരോട് കൂടിയാകണം, വേദനിക്കുന്നവരുടെ കൂടെയാകണം. ഈ പീഡകളുടെയും സഹനങ്ങളുടെയും മധ്യം നിന്നുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് നിങ്ങളുടെ സഹോദരനാണ് ഞാൻ. 3 കാര്യങ്ങളാണ് അതിന് പ്രധാനമായിട്ട് യോഹന്നാൻ പറയുന്നത്. 3 കാര്യങ്ങളാണ് അതിന്റെ പുറകിലുള്ളത്. ഈ സാഹോദര്യത്തിന് ബലം നൽകുന്ന 3 കാര്യങ്ങൾ: 1 പീഡകളാണ്, 2 രാജ്യമാണ്, 3 ക്ഷമാപൂർവമായ സഹനമാണ്. അതിൽ ഓരോ കാര്യങ്ങളും എടുത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പീഡകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രാജ്യം പ്രഘോഷിക്കുന്നതിനെ പ്രതിയുള്ള പീഡകൾ, ദൈവരാജ്യത്തെ പ്രതിയുള്ള പീഡകൾ. ഒരുപക്ഷെ വിശുദ്ധ യോഹന്നാന്റെ കാലത്തുണ്ടായിരുന്നത് പോലെ മതമർദ്ദനം ആധുനിക ലോകത്തില്ല, അത്തരം കീഴ്പ്പെടുത്തലുകളില്ല. പക്ഷെ പീഡകൾ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും പീഡകൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. ദൈവരാജ്യത്തെ പ്രതിയുള്ള പീഡകൾ പലതരത്തിൽ നമുക്കുണ്ടാകാം. അത് യോഹന്നാൻ ശ്ലീഹയുടെ കാര്യത്തെ നമ്മൾ കാണുന്നത് കഠിനമായ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പീഡകളുടെ സ്ഥലത്തേക്ക് തള്ളപ്പെടുന്ന പ്രവൃത്തിയാണ്. അവിടെ കഠിന പീഡകൾക്കിടയ്ക്കാണ് യോഹന്നാൻ ഈ സാഹോദര്യം പറയുന്നത്. പീഡകൾ അനുഭവിക്കുന്നു എന്നതിനർത്ഥം ലോകത്തിന്റെ സഹനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് കൂടിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മതമർദ്ദനം എന്ന് കാണാനില്ല നേരിട്ട്. ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്നു. നമ്മുടെ മതവിശ്വാസത്തിനെതിരായി ശക്തമായ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നില്ല. ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത്തരം മതമർദ്ദനങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്. പലയിടത്തും ഉത്തരേന്ത്യയിൽ പീഡകൾ അനുഭവിക്കുന്നവരുണ്ടാകുന്നുണ്ട്. ദൈവവചനം പറയുന്നതിന്റെ പേരിലും വിശ്വാസം ഏറ്റുപറയുന്നതിന്റെ പേരിലും പീഡിപ്പിക്കപ്പെടുന്നവർ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ സാധാരണമാണ് എന്ന് നമുക്ക് കാണാം. ഒറീസയിൽ നമ്മൾ കണ്ടതാണ്, കണ്ടമാലിൽ. അതേപോലെ ഇപ്പോഴും ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു, വിശ്വാസികൾ കഠിനമായി പീഡിപ്പിക്കപ്പെടുന്നു. മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് കഠിനമായ ആക്രമണങ്ങൾ. ഇത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. സഭ പീഡയേൽക്കുന്നു എന്നതിനർത്ഥം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ മാത്രമല്ല, ദൈവവചനത്തെ പ്രഘോഷിക്കാൻ തടസ്സമാകുന്ന രീതിയിൽ ഭൗതിക ലോകം നമുക്കെതിരായി തിരിയുന്നുണ്ട്. അത് കേവലമായി പീഡകൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ രാജ്യം അധികാരപൂർണമായ പ്രയോഗങ്ങൾ നടത്തുക എന്നതിനേക്കാൾ പ്രലോഭനത്തിന്റെയും സമ്മർദ്ദങ്ങളുടെയും ഒരു ലോകം നമുക്ക് ചുറ്റും രൂപപ്പെടുന്നുണ്ട്. അവിടെ നമ്മൾ കാണേണ്ടത് നമുക്ക് ഒരു സാർവത്രികത ഉണ്ടാകണം, സാഹോദര്യം എന്നത് ഒരു പക്ഷം ചേരലാകണം. ലോകത്തെ എല്ലായിടത്തും അടിയേൽക്കുന്നവനോടുകൂടെ കൂടെ നിൽക്കാൻ കഴിയുന്നവരായിട്ട് നമ്മൾ മാറണം. വേദനിക്കുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും സഹിക്കുന്നവരുമായ എല്ലാവരോടും ഐക്യം പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ സാഹോദര്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുക. ദൈവരാജ്യത്തെ പ്രതി പീഡയേൽക്കുക എന്നത് വിശുദ്ധ യോഹന്നാൻ നേരിട്ട് അനുഭവിക്കുന്നു. അങ്ങനെ പീഡകൾ ഏറ്റുകൊണ്ടാണ്, ദൈവരാജ്യത്തെ പ്രതി സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ നേരിട്ട് ഇത്തരം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നാം പലപ്പോഴും വിസ്മരിച്ചു പോകുന്നുണ്ട്. സഹനമേൽക്കുന്നവർ ഇപ്പോഴും ലോകത്തുണ്ട്. ക്രിസ്തുവിനെ പ്രതി സഹനമേൽക്കുന്നവരോട് കൂടെ നിൽക്കുക എന്നൊരു ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ മാത്രമേ സാഹോദര്യം എന്ന് പറയുന്നത് അർത്ഥവത്തായി തീരൂ. പലപ്പോഴും നമ്മൾ കാണുന്നത് അത് ഉത്തരേന്ത്യയിലല്ലേ, അത് മണിപ്പൂരിലല്ലേ, നമ്മളിവിടെ കുഴപ്പമില്ലല്ലോ എന്നാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഉത്തരേന്ത്യയിൽ ഇത്തരത്തിൽ പീഡ ഏൽപ്പിക്കുന്നവരുമായി കൈകോർക്കാൻ പോലും മടിയില്ലാത്ത രീതിയിൽ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ പലപ്പോഴും യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് തന്നെ മതവർഗീയ ശക്തികളുമായി കൂട്ടുകൂടാൻ തയ്യാറാകുന്നു. അധികാരികൾക്ക് കീഴ്വഴങ്ങുന്നവരായിട്ട് മാറുന്നു. അധികാരികളുടെ പ്രലോഭനങ്ങളിൽ വീണുപോകുന്നു. അങ്ങനെ പ്രലോഭനങ്ങളിൽ വീണുപോകുന്നത് കൊണ്ട് ഫാസിസ്റ്റ് ശക്തികളുമായി ഐക്യം പ്രാപിക്കുന്ന നിലയിലേക്ക് പലപ്പോഴും നമ്മൾ കടന്നു പോകാറുണ്ട്. യഥാർത്ഥത്തിൽ പീഡയേൽക്കുന്നവരോട് കൂടെ നിൽക്കുക എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ ഉന്നതമായ മാതൃകയാണ്. ആ ഉന്നതമായ മാതൃക പുലർത്തിക്കൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സംസാരിക്കുന്നത്. പീഡയേൽക്കുമ്പോൾ സാഹോദര്യം. ഇനി രാജ്യത്തിൽ സാഹോദര്യം. രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തെക്കുറിച്ച് നമുക്കൊരു ആലോചന ഉണ്ടാവണം. ചിലയിടങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾ അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവിന് രാജ്യം സമർപ്പിക്കുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരി പറയുമ്പോൾ അതിൽ ഉൾപ്പുളകമുള്ളവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. ഈ രാജ്യത്തെക്കുറിച്ചല്ല ഇവിടെ യോഹന്നാൻ ശ്ലീഹ സൂചിപ്പിക്കുന്നത്. ക്രിസ്തു സൂചിപ്പിച്ചതും ഭൗതികമായ രാജ്യത്തെക്കുറിച്ചല്ല. പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് വ്യക്തമായി ക്രിസ്തു അത് പറയുന്നുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമല്ലാത്തൊരു രാജ്യം ഏതാണ്? ഐഹികമല്ലാത്തൊരു രാജ്യം മരണാനന്തരത്തിലുള്ള ലോകം മാത്രമായിട്ടല്ല കാണേണ്ടത്, ഐഹികമായ സ്വഭാവങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു രാജ്യം. ഐഹിക സ്വഭാവം എന്താണ്?
അത് സ്വാർത്ഥം പുരണ്ടതാണ്, ദ്രവ്യാസക്തിയിൽ ഉടക്കപ്പെട്ടതാണ്, ഈ ലോക താല്പര്യങ്ങളിൽ മുഴുകുന്നതാണ്. ഈ ലോക താല്പര്യങ്ങളിൽ മുഴുകാത്ത ദൈവികമായ ഭാവാത്മകമായ ലോകത്തെ കൂടി നമുക്ക് കാണാൻ പറ്റണം. അതുകൊണ്ട് രാജ്യം എന്നത് ക്രിസ്തുവിന്റെ രാജ്യമെന്നും തിരിച്ചറിയാൻ പറ്റണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവിക ഭരണമുള്ള ഹൃദയമാണ് ദൈവത്തിന്റെ രാജ്യം. എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ആ ദൈവത്തിന് സമ്പൂർണമായ അധികാരം എന്റെ മേൽ കൊടുക്കാൻ കഴിയുമ്പോഴാണ് രാജ്യം എന്നത് അർത്ഥവത്തായി തീരുക. ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ രാജ്യം വരണമേ. ഈ രാജ്യം ഏതാണ്? രാജ്യം പുറമേ നിന്ന് വരുന്ന രാജ്യമല്ല, ഭൗതികമായൊരു അധികാരത്തെക്കുറിച്ചല്ല പറയുന്നത്. നിന്റെ ഭരണം എന്നിൽ ഏർപ്പെടുത്തണമേ. അങ്ങനെ പീഡകളിൽ ഒന്നിച്ചാകണം. രാജ്യത്തിൽ, ക്രിസ്തുവിന്റെ രാജ്യത്തിൽ, ക്രിസ്തുവിന്റെ രാജ്യം സ്നേഹരാജ്യമാണ്. ക്രിസ്തുവിന്റെ രാജ്യം സാഹോദര്യത്തിന്റെ രാജ്യമാണ്. യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ രാജ്യമാണ്. ആ രാജ്യം ഹൃദയതലത്തിൽ ദൈവം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ ദൈവിക രാജ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് പീഡകളിലും രാജ്യത്തിലും ഇനി ക്ഷമാപൂർവമായ സഹനം. എങ്ങനെയാണ് അവിടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുന്നതിന് അനുപേക്ഷണീയമായിട്ടുള്ള, അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് സഹനങ്ങളിൽ ഉറച്ചു നിൽക്കുക. ദൈവരാജ്യത്തെക്കുറിച്ച് പീഡനം ഉണ്ടാകുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് പീഡ ഉണ്ടാകുമ്പോൾ ആ പീഡകളിൽ പതറിപ്പോകാതിരിക്കുക, ക്ഷമാപൂർവമായ പിടിച്ചു നിൽപ്പുണ്ടാകുക. അപ്പോസ്തല പ്രവൃത്തിയിൽ 14:22 നമ്മളത് വായിക്കും. ശ്ലീഹന്മാർ ശിഷ്യ സമൂഹത്തെ ധൈര്യപ്പെടുത്തുന്നതാണ്. നമ്മെ ഓരോരുത്തരെയും കൂടി ധൈര്യപ്പെടുന്നതായിട്ട് കാണണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും നിലനിൽക്കണമെന്നും നിരവധി പീഡകൾ സഹിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും അവൻ ശിഷ്യന്മാരെ ബലപ്പെടുത്തി. അവർ ശിഷ്യന്മാരെ ബലപ്പെടുത്തിയത് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് സഹനങ്ങൾ ഉപേക്ഷിക്കാനുള്ള മാർഗം അന്വേഷിച്ചാണ് നമ്മൾ നടക്കുന്നത്. സഹിക്കാൻ നമുക്ക് വയ്യ. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പറയുമ്പോൾ നാം ഇന്ന് നിലനിൽക്കുന്നത് വിശ്വാസത്തിലാണോ അന്ധവിശ്വാസത്തിലാണോ എന്ന് പരിശോധിക്കണം. യഥാർത്ഥ വിശ്വാസം ക്രിസ്തുവിനെ പ്രതി ജീവിതം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്നതിൻ്റെതാണ്. അവനെ പ്രതി ലോകത്തിന്റെ പ്രതികൂലങ്ങളെ സ്വീകരിക്കുന്നതാണ്. സഹനങ്ങൾക്ക് എതിര് നിൽക്കാതെ സഹനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. സഹനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നാം ഇന്ന് ക്രിസ്തുവിന്റെ പിന്നാലെ പായുന്നത്. ലോകത്തെമ്പാടും നമ്മൾ കാണുന്നു, പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ, നവനാൾ കേന്ദ്രങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾ ഓടിക്കൂടുന്നത് സഹനങ്ങളുടെ വഴിയെ പോകാൻ തയ്യാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയല്ല, സഹനങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സാഹോദര്യത്തിന്റെ അടിസ്ഥാന ഭാവങ്ങളിലൊന്നായ ക്ഷമാപൂർവമായ പിടിച്ചു നിൽപ്പ് നമുക്ക് ഇന്നില്ലാതെ പോയിട്ടുണ്ട്. ക്ഷമയില്ലാതായിട്ടുണ്ട്, സഹനമില്ലാതായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നതിന് മനോഭാവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ തന്നെ കാര്യം നടക്കണം. അതുകൊണ്ട് എന്ത് ചെയ്താൽ ഈ സഹനത്തിൽ നിന്ന് മോചനം നേടാം. അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പോകുന്നു, ധ്യാനം കൂടാൻ പോകുന്നു, നവനാൾ കൂടുന്നു. ലക്ഷ്യം ഒന്നേയുള്ളൂ, ക്രിസ്തുവിലായിത്തീരുകയല്ല, അവനവന്റെ കാര്യം നടക്കണം. ഈ സഹനത്തിൽ നിന്ന് മോചനം കിട്ടണം. രോഗമാകാം, സാമ്പത്തിക തകർച്ചയാകാം, ജീവിത പ്രതികൂലങ്ങളാകാം, അസമാധാനമാകാം. ലോകത്ത് നേരിടുന്ന പ്രതികൂലങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. അതല്ലാതെ ക്ഷമാപൂർവമായി പിടിച്ചു നിൽക്കാമെന്ന ബോധ്യത്തോടെയല്ല. സഹനങ്ങളെയും പീഡകളെയും ഏറ്റെടുക്കാനുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിലുള്ള സാഹോദര്യത്തിന് അർത്ഥമുണ്ടാകൂ എന്നാണ് യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം നമ്മോട് പറയുന്നതിലൂടെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ജീവിതത്തിൽ നിലനിൽക്കാൻ പറ്റുക? എങ്ങനെയാണ് ജീവൻ നേടാൻ പറ്റുക? ജീവൻ പ്രാപിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 22:19 പറയുന്നത്, പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും. ഭയപ്പെട്ട് ഈ ലോകത്ത് നിന്ന് ഓടി ഒളിക്കുകയല്ല വേണ്ടത്, പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരായി മാറുകയല്ല വേണ്ടത്. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ ജീവൻ നേടാൻ കഴിയുമെന്ന ഉറപ്പുള്ള ബോധ്യത്തിൽ യേശുക്രിസ്തുവിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് സാഹോദര്യം എന്നത് ബലവത്തായ ഒരു അനുഭവമായിട്ട് മാറുക. സഹനങ്ങളെ തള്ളിക്കളയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിനെ നാം തള്ളിക്കളയാണ്. 2 തിമോത്തിയുടെ 2-ാം അധ്യായം 12-ാം തിരുവചനം പറയാണ്, ഈ സഹനത്തിൽ ഉറച്ചു നിന്നാൽ നാം അവനോടുകൂടെ വാഴും. അഥവാ നാം അവനെ തള്ളിപ്പറഞ്ഞാൽ അവന് നമ്മെ തള്ളിപ്പറയും. ക്രിസ്തുവിനെ നാം തള്ളിപ്പറയുന്നതിലൂടെ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നിന്ന്, സ്നേഹരാജ്യത്തിൽ നിന്ന്, സാഹോദര്യത്തിൽ നിന്ന് നാം പുറത്തു പോവുകയാണ് ചെയ്യുക. നമ്മൾ നിരവധിയായ സഹനങ്ങളെക്കുറിച്ച് പരാതിയുള്ളവരാണ്, അസ്വസ്ഥതയുള്ളവരാണ്. ജീവിതം വെച്ചു നീട്ടുന്ന സഹനങ്ങളെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നാം വ്യതിചലിക്കുന്നുണ്ട്. നാം യേശുവിനെ തള്ളിക്കളയുന്നുണ്ട്. വിശ്വസിച്ചാൽ മാത്രമേ അവനോടുകൂടെ വാഴാൻ പറ്റൂ. വിശ്വാസം ജീവിത പ്രതികൂലങ്ങളെ സ്വീകരിക്കുക എന്നതുകൂടിയാണെന്ന് ഓർക്കണം. വിശ്വാസം അന്ന് നിലനിന്ന സാഹചര്യത്തിൽ പീഡയേൽക്കുന്നു,
ആ സാഹചര്യത്തിൽ നിന്നാണ് ശ്ലീഹ പറയുന്നത് അത് അന്ന് ഏറെ പ്രസക്തമാണ്, ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത് പ്രസക്തമായി മാറുന്നു. യേശുക്രിസ്തുവാകുന്ന വചനം ഇന്നും ഇന്നലേക്കും എന്നും ഒരാൾ തന്നെയാണ്. ഇന്നും ഇന്നലെയും എന്നും ഒരുവൻ തന്നെയായ ക്രിസ്തുവിനെയാണ് നാം തിരിച്ചറിയുന്നത്. ആ ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വെളിപാട് ഗ്രന്ഥകാരൻ വെളിപാടുണ്ടാകുന്ന കാലത്ത് സഹനങ്ങളിലായിരുന്നു. ആ സഹനങ്ങളുടെ നേരത്താണ് പറയുന്നത് ആനുകാലിക ലോകത്തും സഹനങ്ങളെ തള്ളി മാറ്റാൻ നാം ശ്രമിക്കുമ്പോൾ ക്ഷമാപൂർവമായ പിടിച്ചു നിൽപ്പ് എന്നത് ഇല്ലാണ്ടായിത്തീരും. അങ്ങനെ ആയിത്തീരുമ്പോൾ ക്രിസ്തുവിൽ നകന്നു പോകും. സാഹോദര്യത്തിനെതിരായിട്ട് നമ്മൾ മാറും. നമ്മൾ ഓർക്കണം, യേശുക്രിസ്തുവിനെ പ്രതി വിശ്വാസം ഏറ്റുപറഞ്ഞതുകൊണ്ടും ക്രിസ്തുവിനുള്ള ദൈവരാജ്യത്തെ പ്രഘോഷിച്ചതുകൊണ്ടുമാണ് ക്രിസ്തു യോഹന്നാൻ ശ്ലീഹ പീഡകൾക്ക് വിധേയനാകുന്നത്. നമുക്ക് ലോകം പലപ്പോഴും കയ്പുള്ള പാനപാത്രങ്ങൾ വെച്ച് നീട്ടുന്നതും സഹനങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടുന്നതും ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിലൂടെയാണ്, സ്നേഹം പ്രഘോഷിക്കുന്നതിലൂടെയാണ്. സ്നേഹം പ്രഘോഷിക്കുകയും സത്യപക്ഷത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ലോകം നമ്മെ എതിർക്കും, പീഡകൾ ഉണ്ടാകും. അത് അന്ന് മതമർദ്ദനം നടന്നിരുന്ന കാലത്ത് നടന്നിരുന്നത് പോലെ ആകണമെന്നില്ല. എന്നാൽ ഈ സഹന നിമിഷങ്ങളെ സ്വീകരിക്കാനും ആ സഹനങ്ങളിൽ ക്രിസ്തുവിനോട് പക്ഷം ചേർന്ന് നിൽക്കാനും കഴിയുമ്പോഴാണ് സാഹോദര്യം എന്നത് യാഥാർത്ഥ്യമായി തീരുക. അപ്രകാരം സാഹോദര്യത്തിലായിരുന്നു കൊണ്ടാണ് പാസ്മോസ് ദ്വീപിൽ യോഹന്നാൻ കഴിയുന്നത്. സഹനത്തിൽ പീഡകളിൽ ഭാഗവാക്കായിക്കൊണ്ട് ഒരു ബന്ധുത നിലനിർത്തുകയാണ് ക്രിസ്തുവിനോടും ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന സഹോദരങ്ങളോടും ഒന്നു ചേർന്നായിരിക്കാൻ സ്നേഹിക്കുക കഴിയുന്നു. അവിടെയാണ് ഈ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നത്. 10-ാം തിരുവചനം നമുക്ക് ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് ഞാൻ കർത്താവിന്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കെ. ഏതാണ് കർത്താവിന്റെ ദിനം? നമ്മൾ പലപ്പോഴും പുതിയ നിയമത്തെ വേണ്ടുവണ്ണം മനസ്സിലാക്കുന്നില്ലെന്നും പുതിയ നിയമത്തിന്റെ ഭാഗമായല്ല ജീവിക്കുന്നതെന്നും പഴയതിനെയും പുതിയതിനെയും കൂട്ടിക്കലർത്തി നമ്മളൊരു സംയുക്തം ഉണ്ടാക്കുന്ന നമ്മുടെ ഇഷ്ടപ്രകാരം അതാണ് പൊതുവേദികളിൽ പ്രഘോഷിക്കപ്പെടുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. കർത്താവിന്റെ ദിനം ഏതായിരിക്കണം? ഞായറാഴ്ചയാണ് കർത്താവിന്റെ ദിനം. എന്തുകൊണ്ടാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്? പഴയ നിയമത്തിൽ സാബത്ത് ശനിയാഴ്ചയായിരുന്നു. കാരണം പഴയ നിയമ ബോധ്യം അനുസരിച്ച് കർത്താവിന്റെ വിശ്രമ ദിവസമാണ് സാബത്ത്. കർത്താവിന്റെ വിശുദ്ധ ദിനമായിട്ട് അവർ ആചരിച്ചിരുന്നത് വിശ്രമ ദിനത്തെയാണ്. 6 ദിവസം സൃഷ്ടി നടത്തുന്നു, 7-ാം ദിവസം ദൈവം വിശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവ് വിശ്രമിക്കുന്നയാളാണോ? ഈശോ പറയുന്നുണ്ട്, എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. എന്ത് ചെയ്തിട്ടാണ്? സാബത്തിൽ രോഗികളെ സുഖപ്പെടുത്തിയിട്ടാണ് ക്രിസ്തു അത് പറയുക. സാബത്തിൽ പ്രഘോഷിച്ചിട്ടാണ് അത് പറയുക. എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അതായത് ദൈവത്തിൽ വിശ്രമിക്കാൻ നമുക്ക് കഴിയും, ദൈവത്തിന് വിശ്രമമില്ല. ദൈവത്തിന് വിശ്രമം ആവശ്യമില്ല, ദൈവം സമ്പൂർണതയാണ്. ഇനി നമ്മൾ ഞായറാഴ്ചയാണ് കർത്താവിന്റെ ദിനമായിട്ട് കാണുന്നത്. അത് ഒരു പുതിയ സൃഷ്ടിയുടെ ദിനമായിട്ടാണ്. പഴയ സൃഷ്ടിയുടെ കാലം കഴിഞ്ഞു പോയി, യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ പുതിയ സൃഷ്ടിയാണ് പുനരുദ്ധാനത്തിലൂടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഉദ്ധാനത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളാകെ, ലോകമാകെ, സകല മനുഷ്യരും, മനുഷ്യകുലമാകെ പുതുതായിട്ട് മാറുകയാണ്. പുതിയ സൃഷ്ടിയാണ് നാം ഓരോരുത്തരും. പഴയത് കടന്നുപോയി, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്രകാരം പഴയത് കടന്നുപോയി പുതിയതായിട്ട് ആരംഭിക്കുന്നു, കർത്താവിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഉദ്ധാന ദിനത്തെ, ഞായറാഴ്ചയെ നമ്മൾ വിശുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അത്തരത്തിൽ വിശുദ്ധ ദിനത്തിൽ ആത്മാവിൽ ഞാൻ ലയിച്ചിരിക്കെ. ശ്ലീഹ കഠിനമായ പീഡകളിലും വേദനകളിലുമാണ്. നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു, കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നു, ഭക്ഷണം പോലും നേരാവണ്ണം കൊടുക്കുന്നില്ല, അല്പമാത്രമായ ഭക്ഷണം. അങ്ങനെ പീഡകളുടെ ഒരു ലോകത്തായിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ലയിച്ചിരുന്നു. നമ്മൾ സഹനം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? സഹനങ്ങൾ ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കും, സഹനങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. സഹനങ്ങൾ കൊണ്ടാണ്, കഷ്ടത കൊണ്ടാണ്. ഈ കഷ്ടതയും വേദനയൊക്കെ ഉണ്ടാവുമ്പോൾ കഷ്ടതയും വേദനയെയും ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ആത്മീയ ബന്ധത്തിലേക്ക് ഉയരാൻ പറ്റാതെ പോകുന്നത്. പീഡകളും വേദനകളും കഷ്ടതകളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനോട് നാം ഐക്യപ്പെടുന്നു എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ ശരീര മനസ്സുകളുടെ വീഴ്ച, ശരീര മനസ്സുകളുടെ ക്ഷയം ആത്മീയമായ ഉയർച്ചയ്ക്കുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല പലപ്പോഴും. നമുക്കുണ്ടാകുന്ന സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള സമയമാണെന്ന് നാം ഓർക്കുന്നില്ല. നാം പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുണ്ട്, ക്രിസ്തുവിനോട് ഐക്യപ്പെടണമെന്നല്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സഹനങ്ങളിൽ നിന്ന് മോചനം നൽകണമെന്നാണ്. ഓരോ സഹന നിമിഷവും ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള അവസരമായിട്ട് കാണാൻ കഴിയുമ്പോൾ മാത്രമേ ആത്മാവിൽ ലയിക്കുക എന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റൂ.
അപ്പോഴാണ് ഈ ലോക താല്പര്യങ്ങൾക്കപ്പുറത്ത് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. വെളിപാട് ലോകം മുഴുവനും സകല മനുഷ്യർക്കും വേണ്ടി ക്രിസ്തുവിന്റെ രക്ഷയെ പ്രകാശനം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ്. വ്യക്തിപരമായി എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കുന്നത് ഇതേപോലെ സഹനങ്ങളിലും ക്ലേശങ്ങളിലും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഈ സഹന നിമിഷങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സഹനങ്ങളിലേക്ക് ഉന്മുഖമായ അല്ലെങ്കിൽ സഹനങ്ങളെ പ്രതിയുള്ള വേദനയിൽ ആഴപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ പ്രകാശം സ്വീകരിക്കാൻ കഴിയുന്നില്ല. ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. സഹനങ്ങളെയും വേദനകളെയും ഒക്കെ ദൈവത്തോട് പക്ഷം ചേരാനും കൂടെ നിൽക്കാനുള്ള അവസരമായിട്ട് കാണണം. ആ പീഡകൾ സഹിക്കുന്നതിലൂടെ നാം ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുക. ഇവിടെ ശ്ലീഹ പാത്മോസ് ദ്വീപിൽ കഠിന പീഡകളുടെ സമയത്താണ് ദൈവവുമായിട്ട് ചേരുന്നത്. ആത്മാവിൽ ലയിച്ചിരിക്കുന്നു. ഈ സഹനങ്ങളെ ഒന്നും കാര്യമാക്കാതെ അതിനേക്കാളൊക്കെ ഉപരി ക്രിസ്തുവുമായുള്ള ബന്ധത്തെ ഹൃദയത്തിൽ ആഴപ്പെട്ട ഒന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്ലീഹ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങനെ ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോഴാണ് ശ്ലീഹയ്ക്ക് ഈ വെളിപാടുകൾ ഉണ്ടാകുന്നത്. വെളിപാട് 1:11 ആദ്യ ഭാഗത്ത് നമ്മൾ കാണും. അങ്ങനെ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലുള്ള ശബ്ദം പിന്നിൽ നിന്ന് ഞാൻ കേട്ടു. ഈ കാഹളത്തിൻ്റെതുപോലുള്ള ശബ്ദം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാഹള ശബ്ദം കേൾക്കാണ്ടിയാകുന്നത്? കാഹളത്തിൻ്റെത് പോലെ എന്നാണ് പറയുക. അത് പ്രവാചകന്മാർ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ 3:12 നമുക്കത് കാണാം. ആത്മാവിന്റെ മേൽപോട്ടുയർത്തി കർത്താവിന്റെ മഹത്വം സ്വസ്ഥാനത്ത് നിന്ന് ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റെതുപോലെ ശബ്ദം പിന്നിൽ നിന്ന് ഞാൻ കേട്ടു. എസെക്കിയേൽ പ്രവചനമാണ്. പ്രവാചക സദൃശമായ ഒരു വെളിപ്പെടുത്തൽ വിശുദ്ധ യോഹന്നാന് ലഭിക്കുന്നതിന്റെ അടയാളമാണ് ഈ കാണുന്ന വാക്യം. ഇനി അത് മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ 10 മുതൽ 12 വരെ തിരുവചനങ്ങളിൽ വിശുദ്ധ പത്രോസിനുണ്ടാകുന്ന ഒരു ദിവ്യാനുഭൂതിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് വിശന്നു, അങ്ങനെ ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ ശ്ലീഹ കാണുകയാണ് ഒരു വിരിപ്പ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവികമായ അനുഭവങ്ങളിലൂടെ ഉയർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദർശനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പറയുക. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 2 മുതൽ 4 വരെ തിരുവചനങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്. 14 വർഷങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരാളെ എനിക്കറിയാം. ശരീരത്തോടുകൂടെ അല്ലാതെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിന് മാത്രമേ അറിഞ്ഞുകൂടൂ. ഏതായാലും പർദീസയിലേക്ക് ഉയർത്തപ്പെട്ടു, പർദീസ കാണാനിടയായി. ശ്രീ തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, പക്ഷെ താനാണെന്ന് പറയുന്നില്ല. പലപ്പോഴും ഇന്ന് എന്തെങ്കിലും ഒരു വെളിപാടോ ദർശനം ഉണ്ടായെന്ന് തോന്നിയാൽ എന്ന് പ്രത്യേകം പറയുന്നു. അത് ഉടനെ തന്നെ നാട്ടുകാരെ വിളിച്ച് പറയുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ആളുകൾക്കുള്ളത്. വാസ്തവത്തിൽ ദൈവാനുഭവം ഉണ്ടായി ആ ദിവ്യാനുഭൂതി ജീവിതത്തെ ആകെ ഗ്രസിക്കുകയും ജീവിതത്തിൽ മറ്റൊരാളായി തീരുകയും ചെയ്ത ആളാണ് ശ്ലീഹ. തന്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനെ പ്രതി അർപ്പണമാക്കി മാറ്റാൻ ഉറപ്പുള്ള ഹൃദയത്തോടെ പീഡനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്നൊരു മനുഷ്യൻ. എന്നിട്ട് പറയുന്നത് അത് തനിക്കുണ്ടായതാന്ന് പറയുന്നില്ല, ഒരാളെ എനിക്കറിയാം, 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരാൾ. അപ്പൊ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ഉള്ള പ്രത്യേകതകൾ, ഇപ്രകാരമുള്ള അനുഭവതലങ്ങൾ ഇവിടെ ഈ കാഹളധ്വനി എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാം. അവിടെ പോലെ എന്നേ പറയുന്നുള്ളൂ, കാഹളധ്വനി കേട്ടു എന്നല്ല ശ്ലീഹ പറയുക. അതെന്താണെന്ന് വിവേചിച്ചറിയുന്നില്ല. കാഹളധ്വനി പോലെ ഒരു ശബ്ദം കേട്ടു. ദൈവികമായ വെളിപ്പെടുത്തലാണ് തനിക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭിച്ചത് എന്നതിന്റെ അടയാളമാണ് കാഹളധ്വനി എന്ന് രേഖപ്പെടുത്തുന്നതിലൂടെ ശ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പ്രവാചകന്മാർ സാധാരണ കേൾക്കുന്ന കാര്യങ്ങൾ പറയുന്നു, ദൈവം പറയുന്ന കാര്യങ്ങൾ പറയുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു പറയുന്നു. ഇവിടെ ശ്ലീഹയുടെ പ്രത്യേകമായിട്ട് പറയുന്നത് എഴുതാനാണ്. നീ കാണുന്ന കാര്യങ്ങൾ എഴുതി 7 സഭകൾക്ക് അയക്കുക. 7 പ്രാദേശിക സഭകളുടെ പേര് അവിടെ പറയുന്നുണ്ട്. എഫോസോസ്, സ്മിർന, പെർഗാമോസ്, തൈത്തീറ, സാർദീസ്, ഫിലാദൽഫിയ, ലവദീക്യ എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്ക് നീ ഇത് അയച്ചു കൊടുക്കുക. ഒരു ഗ്രന്ഥത്തിൽ എഴുതി. ദാനിയേൽ പ്രവചനത്തിൽ നമ്മളിത് കാണും. ഓടുന്നവർക്ക് പോലും വായിക്കാൻ കഴിയുന്ന രീതിയിൽ എഴുതുക. അപ്പൊ അതുകൊണ്ട് ശ്ലീഹയോട് ഈ വെളിപ്പെടുത്തൽ കൊടുക്കുന്നു, ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. നാമും ഒരു ദൗത്യം ഏറ്റെടുത്തവരാണ്. സുവിശേഷം നമ്മുടെ കയ്യിലുണ്ട്. സുവിശേഷം ജീവിതം വഴിയും പ്രയോഗം വഴിയും ലോകത്ത് അനുഭവപ്പെടുത്താനും പ്രഘോഷിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് സൂക്ഷ്മമായി നാം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടാണ്. ആ ദൗത്യം ഏൽപ്പിക്കുന്നത് സ്വീകരിക്കുന്ന, സാഹോദര്യം പ്രഖ്യാപിക്കുന്ന ശ്ലീഹയാണ് നമുക്ക് കാണാൻ പറ്റുക.
നമ്മുടെ സഹോദരനാണ് സ്ലീഹ എന്ന് പറയുമ്പോൾ സ്ലീഹ പീഡകളിൽ ഉറച്ചു നിൽക്കുന്നു, ക്രിസ്തുവിന്റെ രാജ്യത്തെക്കുറിച്ച് ഉറപ്പുള്ളവനായിരിക്കുന്നു, അവസാനം വരെ ക്ഷമാപൂർവ്വം സഹിക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ സാഹോദര്യം എന്നതിലേക്ക് ഉയർന്നു വരാൻ നമുക്ക് വേണമെങ്കിൽ വെളിപാട് ഗ്രന്ഥത്തെ സ്വീകരിക്കുന്നവരായ നമുക്കും ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഒന്ന്, പീഡകൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ പറ്റണം. സാഹോദര്യത്തിൽ ജീവിക്കാൻ പറ്റണം. നമ്മൾ ഓർക്കുന്ന പോലുമില്ല പീഡ കേൾക്കുന്നവരെ. ലോകത്ത് പലയിടങ്ങളിൽ അധികാരികളിൽ നിന്നും നമ്മെ എതിർക്കുന്നവരിൽ നിന്നും പീഡകൾ ഏറ്റുവാങ്ങുന്നുണ്ട് നമ്മൾ. അപ്പൊ സാഹോദര്യം പ്രഖ്യാപിക്കാനായിട്ട് നമ്മെ പീഡിപ്പിക്കുന്നവരെ എതിർത്താൽ മതിയോ? അതല്ല വേണ്ടത്. നമ്മൾ പീഡിപ്പിക്കുന്നവരെ എതിർക്കുക എന്നുള്ളത് ക്രിസ്തുമാർഗമല്ല. സാഹോദര്യം എങ്ങനെയാണ്? പക്ഷം ചേരലാണ്, പീഡകളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കലാണ്, സഹനമാർഗങ്ങളെ സ്വീകരിക്കലാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ മതമർദ്ദനം അനുഭവപ്പെടുന്നില്ല, പക്ഷേ മതമർദ്ദനം അനുഭവിക്കുന്ന നിരവധി ആളുകൾ ലോകത്തുണ്ട്. രക്തസാക്ഷികൾ ഏറ്റവും കൂടുതൽ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നവർ ഏറെയാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ. ദളിതരും ന്യൂനപക്ഷ മതവിഭാഗങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത്തരം പീഡകളോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് കണ്ട് സത്യം പറയുന്നതിന്റെ പേരിൽ, വിശ്വാസം പറയുന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു. അങ്ങനെ പീഡകൾ ഉണ്ടാകുന്നവരോട് നമ്മുടെ മനോഭാവം എന്താ? നമ്മൾ ഓർക്കാറുണ്ടോ അങ്ങനെയുള്ള ആളുകളെ? എത്രയേറെ കടുത്ത പീഡനങ്ങളും വേദനകളും ഉണ്ടായ സമയത്താണ് ക്രിസ്മസ് വന്നത്. ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിച്ചു. ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവില്ല. പീഡ ഏൽക്കുന്നവരെ നമ്മൾ ഓർക്കുന്നില്ല. കണ്ടമാലിൽ പീഡിപ്പിക്കപ്പെട്ടവരെ നമ്മൾ ഓർക്കുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് പീഡിപ്പിക്കപ്പെടുന്നവരെ നമ്മൾ അവഗണിക്കുകയാണ്. എന്നിട്ട് പീഡകരോടൊപ്പം പലപ്പോഴും നമ്മൾ നിൽക്കുന്നു. ഭരണാധികാരം ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരോട് കക്ഷി ചേരുന്നതിനും പക്ഷം ചേരുന്നതിനും നമുക്ക് ഒരു മടിയില്ല. അതിന് മറ്റു സമുദായത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരോട് ചേരുന്നു. തീവ്രവാദത്തെ എതിർക്കുക എന്നാൽ മത തീവ്രവാദങ്ങളെയൊക്കെ തുറന്നു കാട്ടാൻ നമുക്ക് കഴിയണം. ആ തീവ്രവാദം ഏൽപ്പിക്കുന്ന പീഡകൾ ഏൽക്കുന്നവരോടൊപ്പം നിൽക്കാൻ പറ്റണം. സഹിക്കുന്ന ആത്മാക്കളോട് ചേർന്ന് നിൽക്കാൻ പറ്റണം. അവിടെയാണ് സാഹോദര്യം എന്നത് ബലവത്തായി തീരുക. അങ്ങനെ സാഹോദര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പീഡകൾ ഏൽക്കാൻ പറ്റണം. ക്രിസ്തു രാജ്യത്തെ പ്രഘോഷിക്കുന്നവരാകണം, സ്നേഹരാജ്യം പ്രഘോഷിക്കുന്നവരാകണം. ഭൗതിക ലോകത്തിലെ പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതെ അവരന് വേണ്ടി സ്വയം അർപ്പിക്കുക എന്ന ദൈവരാജ്യത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റണം. ദൈവിക ഭരണം നമ്മിലുണ്ടാകാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവിക ഭരണത്തിന് കീഴിലായിരുന്നു കൊണ്ട് ക്ഷമാപൂർവമായ സഹനത്തിലൂടെ ക്രിസ്തുവിനെ നമുക്ക് ലോകത്ത് വെളിപ്പെടുത്താൻ പറ്റണം. ക്ഷമാപൂർവമായ സഹനം ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അടികൊള്ളുമ്പോൾ കർത്താവിനെ പ്രതി ആയിരിക്കാൻ കഴിയുക, കർത്താവിനെ പ്രതി സ്വീകരിക്കാൻ കഴിയുക. അത് മതമർദ്ദകരി എന്ന് മാത്രമല്ല, നമുക്കെതിരായി ഉണ്ടാവുന്ന പീഡകളിലും വേദനകളിലും അപമാനങ്ങളിലും ഒക്കെ ക്രിസ്തുവിനെ പ്രതി ക്ഷമയോടെ നിൽക്കാൻ പറ്റണം. അങ്ങനെ അവസാനം വരെ സഹിച്ചു നിന്നുകൊണ്ട് രക്ഷയിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, രക്ഷ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അത്തരത്തിലൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ കർത്താവിന്റെ ദിനമായ ഉദ്ധാനത്തിന്റെ ദിനം, അതായത് പുതിയ സൃഷ്ടിയുടെ ആരംഭ ദിനം ഞായറാഴ്ച പരിശുദ്ധമായിട്ട് ആചരിക്കണം. അത് ആചരിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, പഴയ ലോകം കടന്നുപോയതൊരു പുതിയ ലോകമാണ്, പുതിയ നിർമ്മിതിയാണ്. അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിയുടെ 2ാം ഘട്ടം ക്രിസ്തുവിൽ സമ്പൂർണമായ രക്ഷയുടെ വിമോചനത്തിന്റെ സദ്വാർത്ത ഉറപ്പാക്കുന്ന ദിനമാണ് ഞായറാഴ്ച. ആ ഞായറാഴ്ച ആചരണത്തിൽ നമുക്ക് ഈ കാര്യം ഓർമ്മയുണ്ടാകണം. പീഡകളിൽ നിന്ന് ഒളിച്ചോടാതെ കർത്താവിന്റെ ആത്മാവിൽ ലയിച്ചിരിക്കാൻ നമുക്ക് കഴിയണം. പീഡകളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടല്ല, കാര്യം കാണാൻ വേണ്ടി ദേവാലയങ്ങൾ മാറി മാറി കയറി ഇറങ്ങിക്കൊണ്ടല്ല, പീഡകളും സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ സ്വീകരിക്കുന്നവരായി, ദൈവാത്മാവിൽ ലയിക്കുന്നവരായി, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റണം. ഈ ദൗത്യത്തിൽ പങ്കുകാരാണെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഞാനും നിങ്ങളും വെളിപാട് ദൗത്യത്തിന്റെ ഭാഗമാണ്. ലോകത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആത്മാവിൽ വിശുദ്ധ യോഹന്നാൻ ലഭിച്ച ആ വെളിപാടിന്റെ ആന്തരികമായ സത്തയെ, അല്ലെങ്കിൽ ആ വെളിപാട് നമ്മോട് പറയുന്ന സദ്വാർത്തയെ ലോകം മുഴുവനും എത്തിക്കാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒപ്പം തന്നെ ഈശോ ഈ വചനത്തിലൂടെ നമ്മോട് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. അപ്രകാരം വെളിപാട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നായി തിരിച്ചറിഞ്ഞുകൊണ്ടും ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള ദൗത്യം നമുക്കുണ്ട് എന്ന ബോധ്യത്തിലും സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. വെളിപാട് ഗ്രന്ഥത്തെ അപ്രകാരം മനസ്സിലാക്കുമ്പോഴാണ് ആനുകാലിക ലോകത്ത് നമുക്ക് അനുഭവപ്രദവും നമ്മിലൂടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടേണ്ടതുമായിട്ട് വെളിപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത്തരത്തിലായിത്തീരാൻ ഇടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നത് ഒരു സുവിശേഷ പ്രവൃത്തിയായിട്ട് കാണണം. ഒപ്പം തന്നെ നമുക്ക് കൂടുതൽ
ഒരു സംവാദാത്മകമായ ലോകം ഉണ്ടാകണം, ഡയലോഗ് ഉണ്ടാകണം. വളരെ കുറച്ചു പേരാണ് നമുക്ക് അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായം പറയുന്ന നില മാറിയിട്ട് കൂടുതൽ ആളുകൾ എൻഗേജ് ചെയ്യാൻ തുടങ്ങണം. അതുകൊണ്ട് കാണുന്നവർ പോലും പലരും മുഴുവനായിട്ട് കാണുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മുഴുവൻ കാണാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമയക്കുറവും പരിമിതിയും ഞാൻ പറയുന്നതിൽ അരോചകത്വം ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, തിരുത്തേണ്ടത് നമുക്ക് തിരുത്താം. കൂടുതൽ ആളുകൾ പ്രകാശത്തിലേക്ക് വരണം, ശുശ്രൂഷകരായി നിങ്ങളും മാറണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.